എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 2 ശ്ലോകം 34, 35, 36, 37. ദേവന്മാരുടെ ഗഹനമായ സ്തുതി തുടരുന്നു. ദേവകീ ഗർഭത്തിലിരിക്കുന്ന ഭഗവാനെ സ്തുതിക്കുകയാണ് എല്ലാവരും കൂടി. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഗംഗണപതയേ നമഃ. സംസരസ്വത്യൈ നമഃ. ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 34. സത്വം വിശുദ്ധം ശ്രയതേ ഭവാൻ സ്ഥിതൗ ശരീരിണാം ശ്രേയ ഉപായനം വപു വേദക്രിയായോഗ തപസ്സമാധിഭി തവാർഹണം യേന ജന സമീഹത്തെ. ലോകത്തെ പരിപാലിക്കാൻ ഭഗവാനെ അവിടുന്ന് മായയിൽ നിന്ന് അതിക്രമിച്ചതും ചിൽസ്വരൂപമായും ഇരിക്കുന്ന അവതാര സ്വരൂപം സ്വീകരിക്കുന്നു. സർവപ്രമാണികളും ചെയ്യുന്ന സേവയ്ക്കനുസരിച്ച ഫലം ആ മൂർത്തി ദാനം ചെയ്യുന്നു. മനസ്സുകൊണ്ടോ വാക്കുകൾക്കോ വിഷയമല്ലാത്ത ഭഗവാനെ അവിടുന്ന് ഭക്തന്മാർക്ക് ആരാധിക്കണമെങ്കിൽ ഇങ്ങനെ അവതരിച്ചാൽ മാത്രമേ സാധിക്കുള്ളൂ. ബ്രഹ്മചാരികള് വേദാധ്യയനം കൊണ്ടും ഗൃഹസ്ഥാശ്രമികള് അഗ്നിഹോത്രാദി കർമാനുഷ്ഠാനം കൊണ്ടും വാനപ്രസ്ഥന്മാര് തപസ്സുകൊണ്ടും സന്യാസികള് സമാധി കൊണ്ടും ഇന്ദിരവടിയുടെ ചിന്മൂർത്തിയെ ആരാധിക്കണം. അനുരൂപങ്ങളായ ഫലങ്ങള് ആ സ്വരൂപം അവർക്ക് നൽകുകയും ചെയ്യുന്നു. ഭക്തപരിപാലനത്തിനായിട്ട് ഇങ്ങനെ അവതാര സ്വരൂപം അങ്ങ് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഗുണാതീതനായിരിക്കുന്ന ഇന്ദിരവടിയെ എങ്ങനെ ആരാധിക്കുക? എങ്ങനെ സങ്കട സമുദ്രം ഭക്തന്മാര് കടക്കും? ഓഹോ, അങ്ങയുടെ വാത്സല്യം ആരെ കൊണ്ട് വർണ്ണിക്കാൻ സാധിക്കുക? സത്വം ചേത്താതരിതം നിജം ഭവേൽ വിജ്ഞാനമജ്ഞാനഭിതാപമാർജനം ഗുണപ്രകാശൈ അനുമീയതേ ഭവാൻ പ്രകാശതേ യസ്യ ച യേന വാ ഗുണ. അംബുജാക്ഷ ഇങ്ങനെ എന്ന് തുടങ്ങണ 3 ശ്ലോകങ്ങൾ കൊണ്ട് ഭഗവത് ഭക്തന്മാർക്ക് മാത്രമേ മോക്ഷം സിദ്ധിക്കുള്ളൂ, മറ്റുള്ളവർക്ക് ഇല്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞു. അപ്പൊ ഒരു ശങ്ക, കർമ്മങ്ങളുടെ ഫലസിദ്ധിക്ക് ഭക്തി വേണം എന്നത് സമ്മതിക്കാം. മോക്ഷത്തിന് ഭക്തി വേണ്ട, ജ്ഞാനം മാത്രം മതി. തമേവ വിദിത്വാദി മൃത്യുമേതി നാന്യപന്ഥാ വിദ്യതേയനായ. ഭഗവാനെ അറിഞ്ഞിട്ട് മരണാതീതമായിരിക്കുന്ന പരമപദത്തെ പ്രാപിക്കുന്നു, അന്യമായ മാർഗം ഇല്ല എന്ന് ശ്രുതിയും പറയുന്നുണ്ട്. അപ്പൊ മോക്ഷപ്രാപ്തിക്ക് അവതാര സ്വരൂപവും ഭക്തി ആവശ്യമില്ലല്ലോ എന്നുള്ള സംശയത്തിന് ഈ ശ്ലോകത്തില് അതിന് സമാധാനം പറയുകയാണ്. സർവത്തിനും കാരണഭൂതനായിരിക്കുന്ന ഇന്ദിരവടിയുടെ മുമ്പാകെ ഒന്നും പറയാൻ ഞങ്ങൾ ശക്തരല്ല എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഹേ ധാതാവേ എന്ന് സംബോധന ചെയ്യുന്നത് ദേവന്മാര്. ശുദ്ധ സത്വസ്വരൂപമായിരിക്കുന്ന ഇന്ദിരവടിയുടെ ഈ അവതാര സ്വരൂപം ഇല്ലെങ്കിൽ അപരോക്ഷ ജ്ഞാനം ഉണ്ടാവില്ല. ദേഹാദികളില് ആത്മതത്വ ബുദ്ധിയാകുന്ന അറിവില്ലായ്മയും അത് നിമിത്തമുള്ള ദേവമനുഷ്യാദി ഭേദഭാവനയും നശിച്ച് പരമാനന്ദ സ്വരൂപമായിരിക്കുക എന്നുള്ള സ്വരൂപത്തോടു കൂടിയ മോക്ഷം അനുഭവിച്ചറിയണമെങ്കിൽ അപരോക്ഷമായ ജ്ഞാനം ഉണ്ടാവണം. അതുണ്ടാവണമെങ്കിലോ അവതാര സ്വരൂപവും അതിലെ പരമഭക്തിയും വേണം. സർവസാക്ഷിയും പരിപൂർണനുമായിരിക്കുന്ന ഇന്ദിരവടിയെ ഗുണാവച്ഛിന്നങ്ങളായ പ്രകാശങ്ങളെ കൊണ്ട് അനുമാനിക്കാൻ മാത്രം കഴിയും, സാക്ഷാത്കരിക്കാൻ കഴിയില്ല. എങ്ങനെയാ അനുമാനിക്കുക എന്ന് വെച്ചാൽ, യാതൊന്നിന്റെ സംബന്ധം സിദ്ധിച്ചിരിക്കുന്ന ബുദ്ധിയാദി ഗുണം പ്രകാശിക്കണു. ബുദ്ധിയിൽ അധിവസിക്കുന്ന യാതൊരു സാക്ഷിയാൽ ബാഹ്യത്തിലുള്ള ഘടാദികളായ പദാർത്ഥങ്ങളാണെന്ന് മനസ്സിലാവുന്നു. ബുദ്ധി മുതലായവ ജഡങ്ങളാണ്, അതുകൊണ്ട് പദാർത്ഥങ്ങളെ അറിയാൻ അവർക്ക് ശക്തിയില്ല. അതുകൊണ്ട് ഈ അറിവ് ബുദ്ധിയാദികളുടേതല്ല. അപ്പൊ ബുദ്ധിയാദികളിൽ അധിവസിക്കുന്ന ബ്രഹ്മ ചൈതന്യത്തിൻ്റെതാണെന്ന് മനസ്സിലാവുന്നു. ഇത് തന്നെയാണ് അനുമാന ജ്ഞാനം. ശുദ്ധ സത്വമയമായിരിക്കുന്ന ഇന്ദിര
തിരുവടിയുടെ സ്വരൂപത്തെ സേവിക്കുന്നതായാലോ ഭാവനാശക്തി കൊണ്ട് അന്ധക്കരണം തന്മയമായി ഭവിക്കുമ്പോൾ അങ്ങയുടെ പ്രസാദം കൊണ്ട് തന്നെ സാക്ഷാത്കാരം ഭവിക്കും. അപ്പോ സർവ ഭേദഭാവനയും നശിക്കും. ഗഹനമായ അർത്ഥങ്ങളാണ് ഈ സ്തുതിയിൽ അടങ്ങിയിരിക്കുന്നത്. നാമരൂപേ ഗുണജന്മകർമ്മഭി നിരൂപിതവ്യേ തവ തസ്യ സാക്ഷിണ മനോവചാഭ്യാം അനുമേയവത്മനോ ദേവ ക്രിയായാം പ്രതിയന്ത്യഥാപി. ഭക്തന്മാരുടെ അഭ്യുദയത്തിനു വേണ്ടി രൂപങ്ങളെ അങ്ങ് ധരിക്കുന്നു എന്ന് വർണ്ണിച്ചുല്ലോ. ആ രൂപങ്ങൾ തന്നെ മുഴുവനും അറിയാൻ കഴിയാത്തതും ഇത്ര അനന്തങ്ങളായതുകൊണ്ട് ഭജിക്കാൻ മാത്രമല്ലാതെ ഇത്രയെന്ന് നിശ്ചയിക്കാൻ ആർക്കും കഴിയില്ല എന്നത് ഉറപ്പിച്ചു പറയുകയാണ്. ഭക്തവാത്സല്യാദി ഗുണങ്ങൾ കൊണ്ട് ദീനവത്സരൻ, കരുണാനിധി എന്നിങ്ങനെയും, ഗോവർദ്ധന പർവ്വതോദ്ധാരണാദികൾ കൊണ്ട് ഗോവർദ്ധനോദ്ധാരണൻ, അഘാസുരമഥനൻ എന്നിങ്ങനെയും, ജന്മാദികൾ കൊണ്ട് രാമൻ, വാസുദേവൻ, നന്ദനന്ദനൻ എന്നിങ്ങനെയും അങ്ങയ്ക്ക് സിദ്ധിച്ചിരിക്കുന്ന നാമധേയങ്ങളൊക്കെയും കർമ്മഭേദങ്ങളെയും വാക്കുകൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കാനും മനസ്സുകൊണ്ട് ഊഹിക്കാനും പോലും കഴിയില്ല. എന്തുകൊണ്ടെന്നാൽ മനസ്സ്, ബുദ്ധി മുതലായവയ്ക്കും സാക്ഷി അങ്ങാണ്. അപ്പൊ അങ്ങയെ പ്രാപിക്കേണ്ടത് ഏതു വിധാണെന്ന് സൂക്ഷ്മമായിരിക്കുന്ന ബുദ്ധി കൊണ്ടും അറിയാൻ കഴിയില്ല. എന്നാലും പൂജ, സ്തോത്ര, നമസ്കാരാദി ക്രിയായോഗങ്ങളാൽ അങ്ങയെ സർവാത്മന ഭജിക്കുന്ന പരമഭക്തന്മാര് അങ്ങയുടെ പരിപൂർണ സ്വരൂപത്തെ നിന്തിരുവടിയുടെ അനുഗ്രഹമാഹാത്മ്യത്താൽ അനുഭവിച്ചറിയുന്നു. ഭക്ത്യാഹം ഏകയാഗ്രാഹ്യ, ഏകയായിരിക്കുന്ന ഭക്തി കൊണ്ട് മാത്രം എന്നറിയാം. ഭക്തിയാ മാം അഭിജാനാതി യാവാൻ യശാസ്മി തത്വത, ഞാൻ ഏതുവിധം ഇരിക്കുന്ന ആളാണ്, എത്രമാത്രം ഉള്ളവനാണ് എന്ന് ഭക്തി കൊണ്ടറിയണം എന്നിങ്ങനെ ഭഗവാൻ തന്നെ പലയിടത്തും പറഞ്ഞിരിക്കുന്നതിനെ തന്നെ ഇവിടെ ദേവന്മാരും പറഞ്ഞിരിക്കുന്നു. ശൃണ്വൻ ഗൃണൻ സംസ്മരയംശ്ച ചിന്തയൻ നാമാനി രൂപാണി ച മംഗളാനി തേ ക്രിയാസു യസ്ത്വച്ചരണാരവിന്ദയോ ഭവിഷ്ടചേതാ ന ഭവായ കൽപ്പതേ. കീർത്തനാദികൾ കൊണ്ട് ഭഗവത് സാക്ഷാത്കാരം സിദ്ധിക്കുമെങ്കിൽ ഒരു പ്രാവശ്യം കീർത്തിക്കുന്നത് കൊണ്ട് തന്നെ എന്തുകൊണ്ടുണ്ടാകണില്ല എന്ന് ശങ്കിക്കണ്ട എന്നത് സമാധാനം പറയണം. ഭഗവത് സ്വരൂപബോധം ഉറയ്ക്കാൻ സമ്മതിക്കാതെ ശത്രുക്കളായിരിക്കുന്ന രാഗാദിമലങ്ങള് അന്ധക്കരണത്തിൽ നിന്ന് തീരെ നീങ്ങണമെങ്കിൽ പലപ്പോഴും സങ്കീർത്തനാദികൾ ആവശ്യമാണ് എന്നതാ ഉറപ്പിച്ചു പറയാണ്. അങ്ങയുടെ നാമങ്ങൾ കീർത്തിക്കുകയോ മറ്റൊരുത്തൻ കീർത്തിക്കുന്നത് കേൾക്കുകയോ രൂപങ്ങൾ ചിന്തിക്കുകയോ മറ്റൊരുത്തന് ചിന്തയിറക്കുവാൻ തക്കവിധം ഉപദേശിച്ചു കൊടുത്ത് അവനെ കൊണ്ട് ചിന്തിപ്പിക്കുകയോ ചെയ്യുന്നവരുടെ മാലിന്യങ്ങളെ മുഴുവനും നശിപ്പിച്ച് സ്വരൂപ ആനന്ദാനുഭവം ഉണ്ടാകത്തക്ക വിധം അന്ധക്കരണത്തെ നിർമ്മലമാക്കാനുള്ള വൈഭവം അങ്ങയുടെ നാമങ്ങൾക്കും രൂപങ്ങൾക്കുമുണ്ട്. അതുകൊണ്ട് ഏതുവിധ വ്യാപാരങ്ങൾ നടത്തുമ്പോഴും വിശേഷിച്ചും ദേവാർച്ചനാദി സമയങ്ങളില് മനസ്സിനെ നിന്തിരുവടിയുടെ മനോഹരമായ പാദാരവിന്ദങ്ങളിൽ ഉറപ്പിക്കുന്നവന് രണ്ടാമത് ജനനീ ജഠരത്തിൽ പ്രവേശിക്കേണ്ടതായി വരില്ല. സങ്കീർത്തനാദികളുടെ മഹാത്മ്യത്താൽ ശരീരനാശാനന്തരം അവൻ അങ്ങയോട് തന്നെ ചേരുന്നു. അതിനാൽ അനായാസേന ഭക്തന് മോക്ഷം സിദ്ധിക്കുന്നു എന്ന് ഉറപ്പിച്ചു പറയുന്നു. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ